ആരോഗ്യമേഖല എല്ലാ രീതിയിലും ശക്തമാണ്. കൂടുതൽ ശക്തിയിലേക്കത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി ഉൾപ്പെടെയുള്ള ആധുനിക സ്ഥാപനങ്ങൾ ഈ രംഗത്ത് സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല, രാജ്യത്താകെ സർക്കാർ ജീവനക്കാർക്കുണ്ടായിരുന്ന ഒരു വിഷമം, അതിന് പരിഹാരം കാണാൻ ഇപ്പോൾ LDF സർക്കാർ തയ്യാറായി. സർക്കാർ ജീവനക്കാരുടെ സുരക്ഷിതമായ ഭാവി കണക്കിലെടുത്തുകൊണ്ട് എഷ്വേർഡ് പെൻഷൻ പദ്ധതി 2025 ഏപ്രിൽ മുതൽ നടപ്പിലാക്കിയിരിക്കുകയാണ്. ഇത് അവസാന ശമ്പളത്തിൻ്റെ 50% പെൻഷൻ ഉറപ്പാക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ സ്വീകരിക്കപ്പെട്ട ഒരു പദ്ധതിയാണ്. നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ധാരാളം ആളുകൾ പ്രവാസ ജീവിതം നയിക്കുന്നുണ്ട്. പ്രവാസി സഹോദരങ്ങൾ കേരളത്തിൻ്റെ പൊതുകാര്യങ്ങളിൽ തൽപരരാണ്. സജീവമായി കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ഇടപെടുന്നവരാണ്. അത്തരത്തിലുള്ള പ്രവാസികളെ നല്ല രീതിയിൽ ബന്ധപ്പെടുക, അവരുടെ സേവനം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക, അതിലൂടെ പുതിയ അവസരങ്ങൾ നാട്ടിലൊരുക്കാൻ പറ്റുക, ഇതൊക്കെ നല്ല നിലക്ക് നിർവഹിക്കാൻ സംസ്ഥാനത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ JB കോശി കമ്മീഷൻ്റെ രൂപീകരണമുണ്ടായത്. JB കോശി കമ്മീഷൻ റിപ്പോർട്ടുകൾ നൽകി. ആ റിപ്പോർട്ടിൽ 220 ശുപാർശകൾ നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സാമൂഹ്യക്ഷേമവും അടിസ്ഥാന സൗകര്യ വികസനവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമഗ്ര വികസന മാതൃകയാണ് നമ്മൾ ആവിഷ്കരിച്ചത്. ഇവിടെ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് അതിജീവനത്തിൻ്റെ മാതൃകകൾ സൃഷ്ടിച്ച് നവകേരളം പടുത്തുയർത്തലാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട് ലോകത്തിൻ്റെ വികസനത്തോട് ചേർന്ന് ഒരു വികസിത കേരളമായി മാറണം എന്നാണ് പൊതുവെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. നാം നേരത്തെ നവകേരളം നിർമ്മിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മുടെ നാട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. ഇപ്പോൾ നല്ല ശാന്തിയും സമാധാനവും നിലനിൽക്കുന്നുണ്ട്. അത് ഉറപ്പാക്കാനാകണം. അതോടൊപ്പം വർഗീയതയെ, വെറുപ്പിനെ അകറ്റി നിർത്താൻ നമുക്ക് കഴിയുകയും വേണം. കഴിഞ്ഞ 10 വർഷമായി വർഗീയ സംഘർഷമില്ലാത്ത, വർഗീയ കലാപമില്ലാത്ത ഒരു നാടാണ് കേരളം. ആ നിലയിൽ തന്നെ തുടരുക. നമ്മുടെ സാഹോദര്യ ബന്ധം കൂടുതൽ ദൃഢമാക്കുക. ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ എല്ലാവരും സഹോദരരായി കഴിയുന്ന നില ശക്തിപ്പെടുത്തുക. അതിനുതകുന്ന നടപടികളും നമ്മൾ വിട്ടുവീഴ്ചയില്ലാതെ നടപ്പാക്കപ്പെടുകയാണ്. ഇതാണ് പ്രോഗ്രസ് റിപ്പോർട്ട് സംബന്ധിച്ച് പറയാനുള്ളത്. ഇവിടെ ഇത്തവണത്തെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ 97% നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായി നടപ്പാക്കലോ പൂർണ്ണതയിലേക്ക് എത്തുകയോ ചെയ്യുന്ന തരത്തിൽ 97% ആയി കഴിഞ്ഞിട്ടുണ്ട്. അതാണ് അവസ്ഥ. ഇതാണ് പറയാനുള്ളത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കൃത്യമായ എണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 600-680 എന്നാണ് പറഞ്ഞത്.
അത് കൃത്യമായ എണ്ണം തന്നെയുണ്ട്, അതിന് വിഷമം ഉണ്ടാവില്ല. ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായി വരുമ്പോൾ കൃത്യമായ എണ്ണം തന്നെ വരും. എല്ലാ വർഷവും ഈ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചത് കൂടുതൽ ജനങ്ങളിൽ സ്വീകാര്യത ഉണ്ടാക്കാൻ ഇടയാക്കിയോ? CM-ന്റെ വിലയിരുത്തൽ എങ്ങനെയാണ്? ജനങ്ങൾ ഇതിനെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? ഇത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ വളരെ പുതുമയുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ നല്ല രീതിയിൽ സ്വീകരിച്ചു. ജനങ്ങളുടെ അവകാശമാണ് എത്രത്തോളം വാഗ്ദാനങ്ങൾ നടപ്പാക്കപ്പെട്ടു എന്ന് അറിയൽ. അത് കൃത്യമായി ജനങ്ങളെ അറിയിക്കുന്ന നിലയാണ് LDF സർക്കാർ സ്വീകരിച്ചത്. അതിലൂടെ ഏതെല്ലാം പദ്ധതികൾ എത്ര കണ്ട് നടപ്പായി എന്ന് ജനങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതിനവർ നല്ല പ്രതികരണമാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ 2021 LDF-ൻ്റെ വിജയത്തിന്, അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ ചരിത്രം തിരുത്തി LDF-ന് തുടർഭരണം സമ്മാനിക്കുന്നതിന് ഇതെല്ലാം ഒരു ഘടകമാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും സഹായിച്ച് നൽകുന്ന റിപ്പോർട്ടുകൾ അതാണോ ശരി എന്നത് അവർക്ക് ശരിക്കും വിലയിരുത്താനൊരു അവസരമായി ഈ പ്രോഗ്രസ് റിപ്പോർട്ട് ഉള്ളതുകൊണ്ട്, അതുകൂടി ചേർത്തുകൊണ്ടാണ് അവസാനം ചരിത്രം തിരുത്തി പുതിയ ചരിത്രം രചിക്കാൻ ജനങ്ങൾ തയ്യാറായത് എന്നുകൂടിയാണ് ഞങ്ങൾ കാണുന്നത്.